ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت إن الله عليم خبير. മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ലുഖ്മാനിലെ ഏറ്റവും അവസാനത്തെ ഒരു ചെറിയ വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. ഒട്ടേറെ ആഗ്രഹങ്ങളുടെയും സാധ്യതകളുടെയും അവസരമാണ് മനുഷ്യരായ നമ്മളുടെ ജീവിതമെന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരുങ്ങലാണ് സത്യത്തിൽ ഈ ദുനിയാവിലുള്ള നമ്മുടെ ജീവിതത്തിന് ശക്തി തരുന്നതും. എന്നാൽ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യവും സംഭവിക്കുമെന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്തതാണ്. നോക്കൂ, നമ്മുടെ കച്ചവടമാണെങ്കിലും നമ്മുടെ യാത്രകളാണെങ്കിലും നമ്മുടെ വിവാഹമാണെങ്കിലും മറ്റെന്ത് കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മൾ കൊതിക്കുകയും നമ്മൾ ആസൂത്രണം ചെയ്യുകയും
ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അത് സംഭവിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയാൻ നമുക്ക് കഴിയുള്ളൂ. അതേക്കുറിച്ചൊന്നും നമുക്കൊരു ഉറപ്പുമില്ലാത്ത ജീവിതമാണ് നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കേ, ലഭിച്ച ഈ ജീവിതത്തില് ഉറപ്പിച്ചു പറയാൻ കഴിയാവുന്ന ഏതെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ അത് നമ്മൾ ഓരോരുത്തരുടെയും മരണമാണ്. കാരണം ഇവിടെ ജനിച്ചു എന്നത് തന്നെയാണ് നമ്മൾ മരിക്കുമെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്. നിർഭാഗ്യവശാൽ സംഭവിക്കുമെന്ന് ഉറപ്പുള്ള കാര്യത്തിനു വേണ്ടി എത്രമാത്രം നമ്മൾ ഒരുങ്ങാറുണ്ട് എന്ന് ചോദിച്ചാൽ ആ ഒരു ചിന്തയുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നം ഉണ്ടാവും. നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട സംഗതി അതാ. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കാൻ വേണ്ടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമല്ല പറയുന്നത്, അറിയുന്ന കാര്യങ്ങളെ ഒന്ന് പൊടിതട്ടിയെടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. അക്സിറൂ ദിക്റ ഹാദിമുൽ ലദ്ദാത്ത് യഅനി അൽ മൗത്ത്. ഹാദിമുൽ ലദ്ദാത്ത്, അക്സിറൂ നിങ്ങൾ വർദ്ധിപ്പിക്കണം. ഏതിനെ? ദിക്റു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്. ലദ്ദാത്ത് എന്ന് പറഞ്ഞാൽ അറബിയില് നമ്മൾ ദുനിയാവിൽ ആസ്വദിക്കുന്ന എല്ലാ ആസ്വാദനങ്ങൾക്കും പറയുന്ന നാമമാണ്. എല്ലാ സുഖങ്ങൾ, നമ്മുടെ എല്ലാ മോഹങ്ങൾ, ആഹ്ലാദങ്ങൾ, സന്തോഷങ്ങൾ, ആരവങ്ങൾ, എല്ലാ ആരവങ്ങളെയും തകർത്ത് കളയുന്നതിനെ യാനി അൽ മൗത്ത്, ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം, ഓർമ്മ വർദ്ധിപ്പിക്കണം. നോക്കൂ, ഇരുമ്പിനെ തുരുമ്പ് പിടിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിനെയും ചില തുരുമ്പുകൾ ബാധിക്കും. റസൂലെ, എന്താണ് അതിന്റെ പരിഹാരമെന്ന് സഹാബത്ത് ചോദിച്ചപ്പോ, ഹൃദയം ലോലമാവാൻ, ഹൃദയത്തിനെപ്പുറം ഒരു നൈർമല്യം കിട്ടാൻ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദിക്റുൽ മൗത്ത് വ തിലാവത്തുൽ ഖുർആൻ എന്നാണ്. പ്രായം കൊണ്ട് ഒരുപക്ഷെ നമ്മൾ മരിക്കും എന്ന ഒരു തോന്നൽ ഒരുപക്ഷെ നമുക്കുണ്ടാകാം, അല്ലെ? പ്രായം കൂടുന്നതിനനുസരിച്ച് മരണം എപ്പോഴും സംഭവിക്കാന്നുള്ളൊരു ഓർമ്മയുണ്ടാകാം. എന്നാൽ മരണം ചാടി വീഴുന്ന ചില രംഗങ്ങളുണ്ട്. അതിൽ പ്രായവുമില്ല, പ്രായ വ്യത്യാസങ്ങളും ഇല്ല. അതിനൊരു ഒരുക്കം വേണമെന്നാ പറഞ്ഞത്. നേരം വെളുക്കുന്നു, നേരം ഇരുട്ടുന്നു, ഒറ്റ ദിവസവും മാറ്റമില്ലാതെ കേൾക്കുന്നത്, എനിക്ക് തോന്നുന്നത് മരണം മാത്രമാണ്. ഒറ്റ ദിവസവും ഒഴിവില്ലാതെ പ്രസിദ്ധീകരിക്കുന്ന പത്രത്തിലെ ഒരേ ഒരു പേജ്, അല്ലെ, നിറഞ്ഞു നിൽക്കുന്ന പേജ്, നമ്മളതിന് സാധാരണ പറയൽ സെമിത്തേരി പേജ് എന്നാണ്, ചരമക്കോളമാണ്. അതിൽ വരുന്ന ഒരു ഫോട്ടോ പോലും, ആ ഫോട്ടോയിലെ ഒരാൾ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവൂലല്ലോ എന്റെ ഫോട്ടോ ഇന്നത്തെ പത്രത്തിൽ ഉണ്ടാകുമെന്ന്. എന്തെല്ലാം വൈവിധ്യങ്ങളാണ് മരണത്തിന്, ഏതെല്ലാം രൂപത്തിലാണ് അത് മനുഷ്യരെ തേടിയെത്തുന്നത്. ഒന്നും ഞാൻ വിശദീകരിക്കേണ്ടല്ലോ, നാട് നീളെ നമുക്ക് കാണാം. എന്തോരം മരണങ്ങള്, കുറെ എണ്ണം ആളുകൾ കൊല്ലാണ്, കുറെ എണ്ണാണ്ട് മരിച്ചു വീഴാണ്, നിരത്തുകളുടെ തിരക്കുകൾ മറ്റൊരു ഭാഗത്താണ്, രോഗങ്ങളുടെ പിടി വേറൊരു രൂപത്തിലാണ്. പ്രിയരെ, അതൊന്നും ബയാൻ ചെയ്യേണ്ടതില്ല. പക്ഷെ ഒരു കാര്യം, ഒരു കാരണവുമില്ലാതെ മരിക്കുന്ന ആളുകൾ ഉണ്ടാവും. അതിന് നമ്മൾ പറയാ കുഴഞ്ഞു വീഴുന്നതാണ്. മരിക്കുമ്പോഴാണ് അത് കുഴഞ്ഞു വീഴല്. വല്ലാത്തൊരു പ്രയോഗമാണത്. ഇതാ തറദ്ദ, നീ ഒന്ന് പിന്നോട്ട് മറിഞ്ഞു വീണാൽ നിന്റെ ഒന്നും നിനക്ക് ഫലപ്പെടില്ല. പിന്നോട്ട് മറിഞ്ഞു വീഴുക എന്ന് പറയണത് അറിയാം.
മുന്നിലേക്ക് വീഴുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൈ പിടിക്കുക, അങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ബാലൻസ് തെറ്റിയാൽ പിന്നെ നമ്മൾ മുന്നിലേക്കല്ല വീഴുക, ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞാ പോവുക. ഒരു മനുഷ്യന് തിളപ്പടേന്ന് വീണ് കളയും. അങ്ങനെ മരിക്കുമ്പോ പലരും ഒക്കെ പറയും എത്ര വയസ്സായിട്ടുണ്ടാവും. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്. നമ്മളെ ഈ പത്രങ്ങളിലൊക്കെ ഒരാളെ മരിച്ച ഫോട്ടോ കണ്ടാൽ നമ്മൾ അതിൻ്റെ കൂടെ ആ പേരേതാ നോക്കുക, പേരിന്റെ കൂടെ ഉടനെ നോക്കുക പ്രായം എത്രയാന്നാ. പ്രായം ഒരു 70 കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് 70 ആയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ വിചാരിക്കുക എന്തറിയോ, അതൊക്കെ പോകാനായതാണ്, അത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ്. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും നമ്മുടെ പ്രായവും നമ്മളെ കണക്കാക്കുക. അതാണ് എത്ര വയസ്സായി, എങ്ങനെ മരിച്ചത് എന്നതൊക്കെ ആശ്വാസം കൊള്ളാനുള്ള വർത്തമാനം മാത്രമാണ്. സഹോദരങ്ങളെ, ഈ ഓർമ്മ നമ്മുടെ പരക്കം പാച്ചിലിനിടയിൽ നമ്മെ ഒന്ന് ചില സമയങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചിരുത്തണം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാനിൽ തന്നെ ഞാൻ ഓതി വെച്ച ആയത്തിന്റെ നേരെ മുകളിലുള്ള 33-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, യാ യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും വഖശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ഷൈഅൻ ഇന്ന വഅദല്ലാഹി ഹഖ് ഫലാ തഅറന്നകുമുൽ ഹയാത്തുദ് ദുനിയ വലാ യഅറന്നകും ബില്ലാഹിൽ ഗറൂർ. ജനങ്ങളെ, എല്ലാ ആളുകളെ വിളിക്കുന്നത്, മുസ്ലിങ്ങളോ മുഅ്മിനൊന്നുമല്ല, ജനങ്ങളെ, നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. ഒരു ദിവസത്തെ നിങ്ങൾ ഭയപ്പെടണേ. ആ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. വാപ്പ മക്കൾക്കോ മക്കൾ മാതാപിതാക്കൾക്കോ യാതൊരു വിധത്തിലുള്ള ഉപകാരവും ചെയ്യാത്ത ഒരു നിമിഷം. ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് പുലരുക തന്നെ ചെയ്യും. ദുനിയാവിന്റെ കാര്യത്തിൽ ആ പരമവഞ്ചകൻ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ദുനിയാവിൽ നമുക്കൊരുപാട് ബന്ധങ്ങളുണ്ട്, അല്ലെ? അടുത്ത ബന്ധമുണ്ട്, അകന്ന ബന്ധങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ അടുത്ത ബന്ധമാരാ? മക്കളാണ്, മാതാപിതാക്കളാണ്, അല്ലെ? പിന്നെ നമ്മുടെ ഇണകളാണ്. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന്റെ മറുപടി ഒരുപക്ഷെ ഒരു 50-80% പറയാം, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്നാണ്. അങ്ങനെ പറയുന്ന മറുപടികളുണ്ട്. എങ്കിൽ മക്കൾക്ക് വേണ്ടിയാണ് നാം എല്ലാം ഈ ദുനിയാവിൽ ത്യജിക്കുന്നതെങ്കിൽ പരലോകത്ത് വരുമ്പോ ഇപ്പൊ നിങ്ങളുടെ ഇന്ന കർമ്മങ്ങൾ തന്നാൽ എനിക്ക് രക്ഷപ്പെടായിരുന്നു എന്ന് പറഞ്ഞാൽ നോക്കുക പോലുമില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി. ആ ആയത്തൊന്നും ഇങ്ങനെ മനസ്സിലേക്ക് ചേർത്തി വെച്ച്, ഇന്ന വഅദല്ലാഹി ഹഖ്, അത് നടന്നിരിക്കും, അത് നടന്നിരിക്കും. ദുനിയാവ് നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. ആ പരമവഞ്ചകൻ ആരാണ്? ഇബ്ലീസ് വഞ്ചിക്കുന്നത് പോലെ, ഇബ്ലീസ് ചതിക്കുന്നത് പോലെ ദുനിയാവും നമ്മെ നോക്കി ചതിക്കും. ദുനിയാവ് മുഴുവൻ ചതിച്ചരക്കുകളാണ്. നിങ്ങൾ നോക്കി, നമുക്ക് പൈസ ഉണ്ട്, നമുക്ക് സൗകര്യമുണ്ട്, പക്ഷെ ചില നിമിഷങ്ങളിൽ ആ പണം എന്ത് ചെയ്യുന്നറിയോ? ആ പണം നമുക്ക് ഉപകാരപ്പെടൂല. ആ പണം നമ്മളെങ്ങനെ നോക്കിയിട്ട് ഒരു ജാതി ചിരിച്ചിരിക്കും. നീ പൈസ എൻ്റെതല്ല, ഇനി നാട്ടുകാരതാണ്, മറ്റുള്ളവരുടെ. അതുകൊണ്ടാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന 33-ാമത്തെ വയസ്സിൽ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞ ഒരു മഹാനുണ്ട്. അദ്ദേഹത്തിന്റെ പേരിന്റെ കൂടെ തന്നെ ചക്രവർത്തി എന്നുകൂടിയുണ്ട്. അദ്ദേഹം മരിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് എഴുതി വെച്ച പത്രത്തിൽ കാണാം 3 നിർദ്ദേശങ്ങളുണ്ട്. ഒന്ന്, ഞാൻ മരിച്ചാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാവണം. 2, എന്റെ ശവമഞ്ചത്തിന് എന്നെ പൊതിഞ്ഞ തുണിക്ക് ദ്വാരങ്ങൾ ഉണ്ടാക്കി എന്റെ 2 കൈകൾ പുറത്തിങ്ങനെ വരണം. ഞാൻ സമ്പാദിച്ചുണ്ടാക്കിയ പണങ്ങളെല്ലാം എന്റെ ബോഡി കാണാൻ നിൽക്കുന്ന ആളുകൾക്ക് നിങ്ങൾ എറിഞ്ഞു കൊടുക്കണം. എന്നെ ചികിത്സിച്ച ഡോക്ടർമാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ അതിപ്രധാനികളാ. അവര് പോലും ചികിത്സിച്ച് എന്നെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. 33 വയസ്സേ. ഇനി എനിക്ക് എന്തിനാ പണം? പണം നിങ്ങൾക്കല്ലേ.
ശൂന്യമായ കൈ കൊണ്ടാ ഞാൻ പോകുന്നത്. ഞാൻ മറ്റേതിലേക്ക് പോവല്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ഈ മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോ ശരിക്കും പത്രങ്ങളിൽ കാണിക്കുമ്പോൾ, ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ആ കൈ ഇങ്ങനെ വിറങ്ങലിച്ച കയ്യാ കാണുക. ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിന്റെ കൈ കാണുക. നല്ല ഒരു മൽപ്പിടുത്തത്തിന് വരുന്നതാണ്. മരിക്കണോടുകൂടിയേ എല്ലാം കഴിഞ്ഞ്. പ്രിയരെ, ഞാൻ പറഞ്ഞത് നമുക്ക് തടുക്കാൻ കഴിയാത്ത, നമുക്കറിയാൻ കഴിയാത്ത ഒന്നാണ് മരണം. അതാണ് അതിന് മുന്നറിയിപ്പാണെന്ന് പറയാൻ കാരണം. പിന്നെ എന്തിനാണ് ഈ അറിവ് നമുക്കുണ്ടായിരിക്കെ തന്നെ എന്തിനാണത് പറയുന്നത്? എനിക്കും നമുക്കോരോരുത്തർക്കും മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാനാണ്. മരിക്കുന്നത് എവിടെയെന്നറിയില്ല. എവിടെന്നാണോ മരിക്കേണ്ടത് അവിടേക്ക് നമ്മൾ അങ്ങ് എത്തിച്ചേരുമെന്നാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരേ ആശയമുള്ള ഒരുപാട് ഹദീസുകളുണ്ട്. ഇദാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ തമൂത ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജ. അല്ലാഹ് ഒരു നാട്ടിൽ നമ്മൾ മരിക്കണമെന്നാണ് അവന്റെ വിധിയെങ്കിൽ നമുക്കവിടെ ഒരാവശ്യം അല്ലാഹു ഉണ്ടാക്കി തരും. എന്തിനാണ് അയാൾ അങ്ങോട്ട് പോയി എന്ന് നമുക്ക് തോന്നും. അയാൾ അതിനെന്നെയാണ് അങ്ങോട്ട് പോകുന്നത്. എവിടെ അത് പിടിക്കാനാ അല്ലേ? ഒരാൾ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. കേരളത്തിൽ നിന്ന് ഉള്ള ഒരു കൊച്ചു പെൺകുട്ടി വീട്ടമ്മയാണ്, ജോലിക്കാരിയാണ്, നാട്ടിലെ ഗവൺമെന്റ് സർവീസിലുള്ളവളാണ്. എന്നിട്ടെല്ലാം ശരിയാക്കി വീണ്ടും മറ്റൊരു രാജ്യത്തേക്ക് ജോലിക്ക് പോകുന്നു. നമ്മുടെ നാട്ടിലുള്ള എല്ലാ ജോലിയും പൂർത്തീകരിച്ച് ആ പോക്കിനിടയിലാണ് തിരിച്ചു വിളിക്കുന്നത്. ഇതാ ഖലല്ലാഹു ലിഅബ്ദിൻ. നമ്മെ അല്ലാഹു അവിടേക്ക് കൊണ്ടുപോകും. ഞാൻ ഇന്നലെ യാത്ര ചെയ്യുന്നതിനിടക്ക് വാഹനത്തിൽ വെച്ച് ഒരാൾ ഇങ്ങനെ പരിചയപ്പെട്ടു പറഞ്ഞു. നല്ല മനുഷ്യനാണ്, അയാളൊരു ചെരുപ്പുത്തിയാണ്. രാവിലെയും വൈകുന്നേരവുമാണ് അദ്ദേഹത്തിന് അത്യാവശ്യം പണി കിട്ടുക. തിരുവനന്തപുരം ഇന്നിടത്തുള്ള ആളാണ് അദ്ദേഹം. സാധാരണ വൈകുന്നേരം കുളിക്കാൻ പോവാറില്ല. അങ്ങനെയാണ് അയാള് ഇതെന്താ പണി, ഒരു ഉഷാറില്ല, ആറ്റിലേക്ക് പോവുക. അത്യാവശ്യം ഒഴുക്കുണ്ട്. 2 കുട്ടികള് ആ വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങുന്നത് കാണുന്നു. ആ 2 കുട്ടികളെയും അയാൾ രക്ഷപ്പെടുത്തി. നല്ല സുമുഖനായ ആളാണത്രേ. ആ 2 മക്കളെയും അയാൾ രക്ഷപ്പെടുത്തി. അങ്ങനെ രക്ഷപ്പെടുത്തി ഇങ്ങോട്ട് നിർത്തുമ്പോഴാണ് മറ്റൊരു ചുഴിയിൽ പെടുന്നത്. അയാളാണ് മരിക്കുന്നത്. ആ ചെരുപ്പുത്തിയായ മനുഷ്യനെ അവിടെ ഇരുന്ന് കുത്തി കൊണ്ട് തന്നെ ആയിരുന്നെന്നുണ്ടെങ്കിൽ ഇല്ല. അള്ളാഹ് പറഞ്ഞെന്തറിയോ? ഇതാ ഖലല്ലാഹു ലിഅബ്ദിൻ അൻ തമൂത ബിഅർൾ ജഅല ലഹു ഇലൈഹാ ഹാജ. ഒരാവശ്യം അള്ളാഹു ഇവിടേക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പരിമിതമായ ആ ഒരു കാര്യമുണ്ട്. പടച്ചവനിൽ മാത്രം നിക്ഷിപ്തമായ കാര്യങ്ങളിൽപ്പെട്ടതാണ് മരണത്തെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും. 4 കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമാണ്. ഒന്ന് ഇൽമു സാഅ, അന്ത്യനാൾ എപ്പോഴാണെന്നത് അവന്റെ മാത്രമാണ് വിവരമാണ്. മഴ എപ്പോഴാണ് വർഷിക്കുക എന്ന് പറയുന്നത്, ഗർഭാശയത്തിൽ വളരുന്ന കുട്ടിയുടെ എല്ലാവിധത്തിലുള്ള സ്വഭാവങ്ങളും വളർച്ചകളും ആയുസ്സും കഴിവും എല്ലാം റബ്ബിന് മാത്രമാണ് അറിയുക. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ നമ്മൾ എന്ത് സമ്പാദിക്കും നമുക്കറിയില്ല. വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്ത്. എവിടെ നമ്മൾ മരിച്ചു വീഴുമെന്നത് നമുക്കറിയില്ല കൂട്ടരെ, എവിടെ വെച്ചെന്നറിയില്ല. ശാസ്ത്രം എന്തെങ്കിലും ഇതിനെക്കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? അതിന്റെ അളക്കാനുള്ള വല്ല മാപിനിയും കണ്ടുപിടിച്ചിട്ടുണ്ടോ? അറിയില്ല, ഇല്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഓരോ ദിവസവും ഓരോ പാഠങ്ങളാണ്. ആർക്ക് വേണ്ടി? നമുക്ക് പാഠമാകാൻ വേണ്ടി. നിങ്ങൾ എല്ലാം ലോകത്ത് നടക്കുന്ന എല്ലാം ചേർത്ത് വായിക്കുക. ഇന്നലെ ഒരു രാജ്യത്തിന്റെ നേർക്ക് മറ്റൊരു രാജ്യത്തിന്റെ ആക്രമണം ഉണ്ടാകുന്നു. മരിക്കുന്നത് ആരാന്നറിയാമോ? ഏറ്റവും വലിയ മിലിറ്ററി ദുനിയാവിൽ ഉണ്ടാകാവുന്ന മുഴുവൻ സെറ്റപ്പുള്ള ആളുകളാണ് മരിക്കുന്നത്. പാവപ്പെട്ടവരല്ലല്ലോ. ഗസയില് ഒന്നുമില്ലാത്ത പാവങ്ങൾ, അതങ്ങനെ വേറെ ഒന്ന്. ഇപ്പുറത്തെല്ലാ സംവിധാനങ്ങൾ അറിയില്ല. എന്താ അറിയോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാമാണ് അതൊക്കെ ലോകത്ത് നമുക്ക് പാഠങ്ങളാണ്. ഇന്നല്ലാഹ അലീമുൻ ഖബീറുൻ. ഇതെന്തിനു പറഞ്ഞു തരുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ആസൂത്രണങ്ങളും നമ്മുടെ പ്രതീക്ഷകളുമാണ് മനസ്സ് നിറയെങ്കിൽ
പടച്ചവൻ കണക്ക് കൂട്ടുന്നത് അവന്റെ കണക്ക് വേറെ ഒന്നാണ്. ഇതിലെ മുന്നറിയിപ്പ് എന്താ പ്രിയപ്പെട്ടവരെ? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇതിലൊരു മുന്നറിയിപ്പുണ്ട്. ആ മുന്നറിയിപ്പ് നമ്മൾ തയ്യാറായിരിക്കുക എന്നതാണ്. എപ്പോൾ മരണം വന്നാലും എപ്പോൾ വന്നാലും ഒരുങ്ങിയിരിക്കുക. എപ്പോഴും വരാം, ഒരുക്കേണ്ടത് ഒരുക്കി വെക്കുക. പിന്നീട് സമയം കിട്ടി എന്ന് വരില്ല. അല്ലാഹ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമല്ലേ, അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കർ വജാഅകുമുൻ നദീർ. ആലോചിക്കേണ്ടുന്ന ആളുകൾക്ക് ആലോചിക്കാൻ മാത്രമുള്ള എത്രയോ തെളിവുകൾ അല്ലാഹു തന്നു, ആലോചിക്കാനുള്ള ആയുസ്സും തന്നു. അതിന്റെ കൂടെ വജാഅകുമുൻ നദീർ. ആര് വന്നു? ഓരോ നദീർ, മുന്നറിയിപ്പുകാരൻ വന്നു. ആരാണ് ഈ മുന്നറിയിപ്പുകാരൻ? എന്താണ് നദീർ? സഹോദരങ്ങളെ, ഈ ലോകത്ത് നടക്കുന്ന ഒക്കെ നദീറാ, എല്ലാം നദീറാ അല്ലേ? എല്ലാം നിങ്ങൾ വായിച്ചു നോക്കാം. ഞാൻ ഓരോന്ന് പറയല്ല. നമ്മളെ ശരീരത്തിൽ തന്നെ തുടങ്ങാ. നരക്കുന്ന താടി അല്ലേ, കാഴ്ച ശക്തി കുറയുന്നു, ഇവിടുന്ന് ഇറങ്ങുമ്പോ പരസഹായം വേണ്ടി വരുന്നു. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നമ്മള്. നിങ്ങൾ ലോകത്ത് ചെന്നിട്ട് ഏത് വിഷഗ്വരന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നോക്കി, ഈ സാധനം ഒന്നും നരക്കാതിരിക്കാനുള്ള വല്ല മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലല്ലോ. ഇത് ഒരു അടയാളല്ലേ? കറുപ്പിക്കാനുള്ള മരുന്ന് എപ്പം നമുക്ക് തന്നേക്കാം, കറുപ്പിക്കണ്ടല്ലോ, അതല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഇത് നരക്കാതിരിക്കാൻ എന്താ തെളിവ്? എന്താ മരുന്ന്? ഒന്നുമില്ല. വജാഅകുമുൻ നദീർ. എല്ലാം അള്ളാഹുവിന്റെ അതിന് തരുന്ന അടയാളങ്ങളാണ്. ഒരു ജനാസ ഈ പള്ളിയിൽ കൊണ്ടുവന്നു വെച്ച് അതിന്റെ മുമ്പിൽ നിന്ന് ഒരാൾ വിളിച്ചു പറയുന്നു, നമ്മുടെ സഹോദരൻ നമ്മോട് വിട പറഞ്ഞു, അയാൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം, വല്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം. ഞാൻ ചോദിക്കട്ടെ, സമയം കിട്ടി എന്ന് വരില്ല. നമുക്ക് ചെയ്തു തീർക്കാമായിരുന്ന പലതും തീർക്കാതെയാണ് നമ്മൾ കഴിയുന്നതെങ്കിൽ സമയം കിട്ടുന്ന ഉറപ്പുണ്ടോ? സമയം കിട്ടുന്ന ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. എത്ര തെറ്റുകള്! അതിന് നാളെ പറയാം, അല്ലെങ്കിൽ മറ്റന്നാൾ പറയാം. എന്താണ് പറയാൻ? അങ്ങനെ പറയാൻ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? എത്രയെത്ര തെറ്റുകൾ, എത്രയെത്ര പിണക്കങ്ങള്! ആരുമായാണ് പിണങ്ങി നിൽക്കുന്നത്, തെറ്റി നിൽക്കുക? കൂടുതൽ തെറ്റി നിൽക്കുന്നത് ആരോടാന്ന് ചോദിച്ചാൽ കൂടുതൽ അടുത്തവരോടാ. അകന്നവരോട് നമുക്ക് തെറ്റേണ്ടതില്ലല്ലോ. അടുത്തവര് തെറ്റി നിൽക്കുന്നു. തെറ്റി നിൽക്കുമ്പോഴാണ് മരിച്ചു പോകുന്നതെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞതിൽ എന്തർത്ഥമുള്ളത്? സാമ്പത്തിക ഇടപാടുകളുണ്ട്, കടങ്ങൾ വാങ്ങിയതുണ്ട്, കൊടുത്തതുണ്ട്, എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, അറിയില്ല. എത്രയെത്ര ബാധ്യതയുമായിട്ടാണ് പോവുക. എത്ര മനുഷ്യരുടെ മനസ്സുകളാണ് നമ്മുടെ ഒരൊറ്റ നാവ് കൊണ്ട് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടാവുക. എത്ര കണ്ണീരുകളായിരിക്കും നമ്മൾ കാരണമായി ഈ ലോകത്ത് വീണിട്ടുണ്ടാവുക. എത്ര കണ്ണീര് വീണിട്ടുണ്ടാവും അല്ലേ? ഒന്ന് മാപ്പാക്കാൻ വേണ്ടി ചോദിച്ചൂടെ? പിന്നെ ഇതൊന്നും ചെയ്യാതെ അല്ലാഹുമ്മ അഗ്ഫിർ ലഹു വർഹംഹു എന്ന് ചോദിച്ചാൽ ആരാണത് സ്വീകരിക്കുക? പടച്ചോനെ, ഇന്റെ കാര്യം പോക്കാം, ഞാനതിന് തയ്യാറല്ല, നീ വേണമെങ്കിൽ പുറത്തു കൊടുത്തോന്നല്ലേ വരിക. ശരി, ഞാൻ പറഞ്ഞത് ആകെ നമുക്ക് ചെയ്യാനുള്ളത് മരിക്കാനുള്ള ആളാണ് ഞാൻ എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക എന്നത് മാത്രമാണ്. വിശുദ്ധ ഖുർആനില് തുടങ്ങുന്ന 2 സൂറകളുണ്ട്. സൂറത്തുൽ ബഖറയും സൂറത്ത് ആലിംറാനും. രണ്ടിനും പറയുന്ന പേര് അസ്സഹ്റാവൈൻ എന്നാണ്. 2 പേരുണ്ട്, സഹ്റാവൈൻ, പ്രകാശദ്വയം എന്നാണ് ആ പദത്തിന് അർത്ഥം. 2 പ്രകാശം പരത്തുന്ന മഹത്തായ സൂറകൾ. അതിലെന്താ പ്രധാനപ്പെട്ട് പറയുന്നറിയാമോ? 2ലും പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് കുല്ലു നഫ്സിൻ ദാഹിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. മരണം രുചിക്കുക തന്നെ ചെയ്യും. ഈ പടച്ചോൻ മരണം പറയുന്നിടത്തൊക്കെ പ്രിയരെ നല്ല തൗക്കീദോടുകൂടി ശക്തിപ്പെടുത്തിയാ പറയണത്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യിതൂൻ. പിന്നീട് നിങ്ങൾ മരിക്കുക തന്നെ ചെയ്യും. അങ്ങനെയാണ്, മരിക്കുന്നല്ല പറയണത്, മരിക്കുക തന്നെ ചെയ്യും. എന്തിനായിരിക്കും അങ്ങനെ പറയണം? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ ആസ്വദിക്കുമെന്ന് പറയുന്നത് നീട്ടി പറയാൻ നമുക്ക് സമയമല്ല. 2 സംഗതികളാണത്. ഒരേ സമയം ഭീഷണിയാണ്,
ഒരേ സമയം സാന്ത്വനമാണ്. എന്താ സാന്ത്വനം? നാളെ യൗമുൽ ഖിയാമയില് എന്റെ കർമ്മങ്ങൾക്കുള്ള എല്ലാ കൂലിയും തരാൻ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് എന്റെ പൈശാചികമായ എല്ലാ ചിന്തകളിൽ നിന്ന്, എന്റെ കാമമോഹങ്ങളിൽ നിന്ന്, എന്റെ സ്ഥാനമാനങ്ങൾ എന്നെ വ്യതിചലിപ്പിക്കുന്നതിൽ നിന്ന് ഒക്കെ ഞാൻ ഒരു 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 തയ്യാറെടുപ്പ്, അതിന്നൊക്കെ രക്ഷപ്പെടാനുള്ള കരുതലുകൾ ഉണ്ടാകണം. അതൊരു സാന്ത്വനമാണ്. രണ്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ, ഒരാളുടെയും പിന്തുണയും ശിപാർശയുമില്ലാതെ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ അത് അണുമണി തൂക്കം പിഴവില്ലാതെ നമ്മുടെ കൂടെ ഉണ്ടാവും, കരുതിക്കോളൂന്ന്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബിയുടെ കൂടെ ഇരിക്കുമ്പോ ആയിഷ ബീബി കണ്ട് കരഞ്ഞ്. അപ്പൊ നബി ചോദിച്ചു, ലിമ തബ്കിയ ആയിഷ, എന്തേ എന്ന് ചോദിച്ചു. അല്ല നബിയെ, നമ്മൾ മരിക്കണല്ലോ, പിന്നെയുള്ള നരകമൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോ എനിക്കൊരു എന്തോ ഒരു പേടി തോന്നി, ഞാൻ അങ്ങോട്ട് കരഞ്ഞതാന്ന് പറഞ്ഞു. എന്നിട്ട് ചോദിച്ചൊരു ചോദ്യം എന്തറിയോ? നബിയെ, നാളെ യൗമുൽ ഖിയാമയില് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമോ റസൂലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഓർക്കോ? മുത്തുനബി എന്താ പറഞ്ഞെന്നറിയോ? 3 സമയത്ത് ഒരാളും ഒരാളെയും ഓർക്കൂല ആയിഷ. ഒന്ന് മീസാനിന്റെ സമയമാണ്, ഇവിടെ തുലാസിലിട്ട് നമ്മുടെ അമലുകൾ തൂക്കിക്കണക്കാക്കുമ്പോ. 2, നീട്ടി പറയാൻ സമയമില്ല, 2 നമ്മുടെ കർമ്മ പുസ്തകം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോ. ഇതിന്റെ അടിസ്ഥാനത്തിൽ സിറാത്ത് എന്ന പാലത്തിലൂടെ നമ്മൾ എങ്ങനെ നടത്തുമ്പോ ആരും ആരെയും ഓർക്കൂല, നെഞ്ചിടിപ്പ് കൂടുന്ന സമയമാണ്. അതുകൊണ്ടാണല്ലോ ഖബറിൽ വെക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മോളുടെ ജനാസ ഇറക്കിയിട്ട് അതിന്റെ ഓരത്തിരുന്ന് കരഞ്ഞ് നബിയുടെ കണ്ണും മുഖമൊക്കെ ആകെ വിവരണമായി, താടി നനഞ്ഞ്, കുപ്പായം നനഞ്ഞ്, നിലം നനഞ്ഞുകൊണ്ട് അവസാനം അവിടുന്ന് എണീക്കണതിന് മുമ്പ് നബിന്റെ കയ്യിലൊരു ഉണക്ക കമ്പുണ്ട്, അതിങ്ങനെ നിലത്തിങ്ങനെ വാഴ്ത്തിയിട്ട് പറഞ്ഞു, എന്റെ മോളുടെ ആഫിയത്തിന് വേണ്ടി, സിബാത്തിന് വേണ്ടി നിങ്ങൾ അള്ളാനോട് ചോദിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. റസൂല് പഠിപ്പിച്ചെന്തറിയോ? ആ ഖബർ നമ്മളോട് ചോദിക്കുന്ന, അനബൈത്തുൽ വഹദ, അനബൈത്തുൽ ഉൽമ, അനബൈത്തു തുർബ, അനബൈത്തുൽ ലീഖ്, അനബൈത്തു ദൂത് ഫമഅദത്തനി. ഞാൻ ഏകാന്തതയുടെ വീടാ, ഞാൻ ഇരുളടഞ്ഞ വീടാ, ഞാൻ കുടുസതയാർന്ന വീടാ, ഞാൻ പുഴുക്കളിരിക്കുന്ന വീടാ, ഞാൻ മണ്ണിന്റെ വീടാ. ഫമഅദത്തനി, എനിക്കെന്താടോ കൊണ്ടുവന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ സൽക്കർമ്മങ്ങളുടെ ഭാണ്ഡങ്ങൾ കെട്ടടിച്ച് കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ പോലും എത്രയോ അവസരങ്ങൾ കിട്ടിയിട്ട് ആ അവസരങ്ങളിൽ പാഴാക്കിയവരിൽ ഞാനും നിങ്ങളും ഇല്ലേ? നിങ്ങളോടുള്ള ചോദ്യമല്ല കേട്ടോ. ഇന്ന് സുബഹിന്റെ മുമ്പ് നിസ്കരിക്കാൻ, സുബഹിന്റെ ജമാഅത്തിന് വരെ, ഇനി മുമ്പില്ലെങ്കിലും ആ സുബഹിന്റെ ജമാഅത്തിന് വരെ എഴുന്നേൽക്കാൻ, വലിയൊരു ആരോഗ്യത്തിന് വലിയ കേടൊന്നുമില്ലാതെ കിടന്നുറങ്ങുന്നവര് നമ്മള്, ആ അവസരം പാഴാക്കിയവരാണ് നമ്മളെങ്കിൽ നാളെ സുബഹിക്ക് ഉണ്ടാവും എന്നുള്ളത് എന്തെങ്കിലും ഒരു ഉറപ്പ് നമ്മുടെ കയ്യിലുണ്ടോ? എന്തുറപ്പാ സഹോദരങ്ങൾ? അത് ഓർത്തുകൊണ്ടാ സിദ്ദീഖുൽ അക്ബർ കരഞ്ഞുപോയിട്ട് ഒരു പക്ഷിയെ കണ്ടപ്പോ പറഞ്ഞു, ഞാനൊരു പക്ഷിയായി ജനിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടുണ്ടായിരുന്നു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അജാനബാഹു മനുഷ്യനാ, വലിയ ശരീരമുള്ള വലിയ മനുഷ്യനാ, കരഞ്ഞ് തന്റെ കവിൾ തടത്തിൽ 2 പാടുകൾ ഉണ്ടായിരുന്നു. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖുർആൻ നിലത്തേ വെക്കാത്തൊരു മനുഷ്യനെ പോലെയാ. അദ്ദേഹം ഉസ്മാനിന്റെ മുസ്ഹഫിനെ പോലെ എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. പ്രിയരെ, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല. നമ്മൾ എന്ത് നേടി, മോഹിച്ചത് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെയൊക്കെ പ്രായങ്ങൾ ഇങ്ങനെ കണക്കാക്കി നോക്കിയോളി. വെറുതെ പറയണല്ല, പ്രായം കൂടുന്തോറും ആഗ്രഹങ്ങൾ കൂടിയിട്ടുണ്ട്. പക്ഷെ ഇന്നലകളിലേക്ക് നോക്കിയിട്ട് നമ്മുടെയൊക്കെ മോഹം പൂവണിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കയ്യിൽ ചിലപ്പോൾ 4 റുപ്യൊക്കെ ഉണ്ടാവും. സങ്കടങ്ങളുടെ, പ്രയാസങ്ങളുടെ, ഒരുപാട് വേദനിപ്പിക്കുന്ന ഓർമ്മകളുടെ ഇന്നലകളാണ് നമ്മളിലേക്ക് ഇങ്ങനെ വരുന്നതെങ്കിൽ ഇനി നമ്മൾ പോകാൻ ഏതായാലും ആയി. ഞാൻ അങ്ങനെ ആലോചിക്കലുണ്ട്, ഇരുന്നിടത്തോളം ഏതായാലും ഇരിക്കൂല. 40 വയസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
80 വയസ്സ് വരെയൊക്കെ ഇരിക്കണമൊക്കെ കുറവാ അല്ലേ? ഈ 80 ആണെങ്കിൽ 50 ആയോൻ അത്രഞ്ഞി ഇരിക്കൂലല്ലോ. എങ്കിൽ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ആരും നമ്മുടെ കൂടെയില്ല. പോകുന്നവർക്കും നഷ്ടമാകരുത്. മഹാനായ, നിങ്ങൾക്കറിയുന്നൊരു ചരിത്രം ഓർമ്മപ്പെടുത്തി നിർത്തുക കേട്ടോ. മഹാനായ ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, മുഅത്ത യുദ്ധത്തിൽ 3 പേര് ഷഹീദാവുന്നുണ്ട്, 3 അമീർമാര്. അതിലൊന്നാമത്തെ ആളാണ് ജാഫർ റളിയല്ലാഹു അൻഹു. ജാഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് താസിയത്ത് അറിയിക്കുന്നതിന് വേണ്ടി റസൂലുള്ള കടന്നു വരുമ്പോ ജാഫറിനെ സ്വീകരിക്കാൻ പ്രിയതമ അസ്മാ ബീവിയും ഒരുങ്ങിയിരിക്കാം. ഭക്ഷണം ഇനി വന്നിട്ട് അടുക്കളയ്ക്ക് പോണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, വീടൊരുക്കിയിട്ടുണ്ട്, മക്കളെ കുളിപ്പിച്ച് പുതുവസ്ത്രം പോലെ ഉടുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ പോയിട്ട് മാസങ്ങളായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കയറി വന്ന ഉടനെ മക്കൾ എവിടെയെന്ന് ചോദിച്ച് ആ മക്കളെങ്ങനെ എടുത്തിട്ട് തുരുതുരെ ഉമ്മ വെച്ച് നബിന്റെ കണ്ണ് നിറഞ്ഞിരുന്നു. അസ്മാ ബീവി പറയുന്നുണ്ട്, എനിക്ക് ചോദിക്കാനൊരു പേടി, ജാഫർ എവിടെ എന്നത്. ഞാൻ ഇഷ്ടപ്പെടാത്തത് കേട്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചില്ല. അവസാനം റസൂലിന്റെ വാചാലമായ നോട്ടം കണ്ടപ്പോ ഇന്റെ ജാഫർ എവിടെ എന്ന് പറഞ്ഞ് ഞാൻ വാവിട്ട് കരഞ്ഞുപോയി. ആ കരച്ചിൽ കൂടിയപ്പോ ഹബീബായ റസൂൽ എന്നോട് പറഞ്ഞത്, കുടുംബക്കാരാട്ടോ, ഏട്ടനനുജന്മാരും മക്കളാ. റസൂൽ എന്നോട് പറഞ്ഞത്, മോളെ കരയല്ലേ, രക്തം പുരണ്ട ചിറകുകളുമായി സ്വർഗത്തിൽ പാറിപ്പറക്കുന്ന ഒരു ജാഫറിനെ കണ്ടുകൊണ്ടാ ഞാൻ നിന്റെ അടുക്കലേക്ക് വരുന്ന കിട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ ആ സാന്ത്വനമൊന്നും എനിക്ക് സമാധാനമായി തോന്നിയില്ല. അസ്മാ ബീവി പറയണത്, കുറച്ചിങ്ങനെ ഞാൻ കരഞ്ഞു. കരഞ്ഞിട്ട് എനിക്കിങ്ങനെ തോന്നി, എനിക്ക് ജാഫർ നഷ്ടപ്പെട്ടാലും, എന്റെ ജാഫറിനെ എനിക്ക് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടാലും എന്റെ ജാഫറിന് സുഖമായല്ലോ, എന്റെ ജാഫറിന് സുഖമായല്ലോ. ഇതിങ്ങനെ ആവർത്തിക്കായിരുന്നു എന്ന്. പ്രിയരെ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട്, അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ട്, അള്ളാഹുവിന്റെ തൃപ്തി വാങ്ങി, അള്ളാഹുവിനെ മനസ്സിലാകമാനം തൃപ്തിപ്പെട്ട് പരസ്പരം സംപ്രീതമായി മടങ്ങാൻ നമുക്ക് കഴിയണം. ഒരുങ്ങണ്ടേ? ഏതും അവസാനത്തെ കൂടിക്കാഴ്ചയാവാം. അതുകൊണ്ട് ഒന്ന് ഒരുങ്ങുക. പോവാൻ എല്ലാരും നമ്മളെ മറക്കും. ആ ഓർമ്മ എപ്പോഴും മനസ്സിലുണ്ടാവണം. ആ ഓർമ്മയോടെ നീങ്ങുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു പ്രധാന കാര്യം സൂചിപ്പിക്കേണ്ടത്, ഈ ഞായറാഴ്ച ഇൻഷാ അല്ലാഹ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഒരു പ്രീ മാരിറ്റൽ കോഴ്സ് പോലെ ഒരു പ്രത്യേക ക്ലാസ് കൊടുക്കുന്നു. മരണമൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോഴും കുടുംബപരമായ അസ്വസ്ഥതകൾ കൂടുന്ന ഈ സമയത്ത് നമ്മുടെ മക്കൾക്കുള്ള ആ ക്ലാസ്സിൽ കൃത്യമായി നമ്മുടെ പെൺമക്കളെ നമ്മൾ പങ്കെടുപ്പിക്കണം. അന്ന് വൈകുന്നേരം തന്നെ പാലക്കാടുള്ള അബ്ദുൽ ഹക്കീം പറളിയുടെ ഒരു പ്രത്യേക ക്ലാസ്സുണ്ട്. അതിലും സഹോദരങ്ങൾ പങ്കെടുക്കണം. നിരവധി അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് നമ്മളെങ്കിലും ആ അനുഗ്രഹങ്ങളെല്ലാം തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ നിഗ്രഹമായി മാറാനുള്ള സാധ്യതകളാണ് ലോകത്തുള്ളത്. ഓരോ സെക്കൻഡുകളും മാറി മാറി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നോക്കി, നമ്മൾ എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും നിരവധി യാത്ര ചെയ്യുന്നവരാണ്. പണ്ടത്തെ പോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാവുന്ന നിരത്തുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ എന്തും നമുക്കൊരു പാഠമാണ്. ആ പാഠം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ എപ്പോഴും അള്ളാഹുവോട് ദുആ ചെയ്യണം. അതാണ് നമ്മുടെ കരുത്ത്. ഒരുപാട് ദുആകളുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർഖി ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാഇ യാ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, റബ്ബേ നിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നതിൽ നിന്ന്, വതഹവ്വുലി ആഫിയതിക സൗഖ്യം മാറി വരുന്നതിൽ നിന്ന്, വഫുജഅതി നിഖമതിക അനുഗ്രഹത്തിന്റെ വിപരീത വാക്കാണ് നിഅമത്തിന്റെ വിപരീതമാണ് നിഖമത്ത്, നിഗ്രഹങ്ങൾ വളരെ പെട്ടെന്ന് വന്നു ഭവിക്കുന്നതിൽ നിന്ന്, വജമീഅ സഹതിക്
റബ്ബേ, നിന്റെ കോപങ്ങളെല്ലാം വന്നുപെടുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ നമ്മൾ യാത്രകൾക്ക് പുറപ്പെടുമ്പോൾ നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ പോകണം. എന്താണ്, നാട്ടിലുള്ള ഓരോ സാഹചര്യങ്ങളൊക്കെ വെച്ച് നോക്കി അതൊക്കെ തന്നെയുള്ള പാടെന്ന് പറഞ്ഞാൽ ഇക്കോലത്തിൽ തന്നെയാണോ നമ്മൾക്ക് എത്തുകയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയൂലല്ലോ. അതുകൊണ്ട് എപ്പോഴും ബാധ്യതകൾ നിർവഹിച്ച്, ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് ഒരു ഫ്രീ മനസ്സോടുകൂടെ നമുക്ക് നീങ്ങാൻ ശ്രമിക്കണം. അള്ളാഹുവോട് നമ്മൾ തൗഫീഖിന് വേണ്ടി ചോദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യണം. പ്രാർത്ഥനകളിൽ നിന്ന് ഒഴിവാകരുത്. വാക്കുകൾ കൊണ്ടുപോലും, ഒരു നോട്ടങ്ങൾ കൊണ്ടുപോലും ആരെയും വേദനിപ്പിക്കാൻ ശ്രമിക്കരുത്. സോറി എന്ന് നാളെ പറയാമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അങ്ങത്തരം സംഗതികൾ വരാതിരിക്കാനും ശ്രദ്ധിക്കുക. ഒന്ന് തയ്യാറാകണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് ഈമാന് കിട്ടിയാൽ തന്നെ അതെല്ലാം ശരിയാവും. അങ്ങനെ ഒരു ഒരുക്കം ഉണ്ടാകണം. വിനയാന്വിതരായി നമ്മൾ മുന്നോട്ട് നീങ്ങുക. അഹങ്കാരം തെല്ലും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും അല്ലാഹു നമുക്ക് പരിഹരിച്ചു തന്ന്, പൊറുത്തു തന്ന്, വിട്ടുവീഴ്ച ചെയ്ത് തൽസ്ഥാനത്ത് നന്മകൾ രേഖപ്പെടുത്തി എല്ലാ ഈമാനും തഖ്വയും ഉൾക്കൊള്ളുന്ന നല്ല ഭാവമുള്ള മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തി പടച്ച റബ്ബ് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്ന് നമ്മെ, നമ്മുടെ കുടുംബത്തെ, രാജ്യത്തെ, ലോകത്തെ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. രോഗം കൊണ്ട്, കടബാധ്യതകൾ കൊണ്ട്, മറ്റു പല പ്രയാസങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ ഓരോ ഫിത്തിനകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇസ്സത്തും ആഫിയത്തും സമാധാനവുമുള്ള ജീവിതം തന്ന് അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ നിന്ന് രണ്ട് ലോകത്തും നമുക്ക് അല്ലാഹു ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما